ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ വീണ്ടും നല്ലൊരു ഗെയിൻ്റെ സെഷനായിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ പ്ലോട്ടായിട്ടുണ്ടായിരുന്നത്. 14,474 ഓപ്പണായ മാർക്കറ്റ് ഏകദേശം 78 പോയിൻറ്റ്സിന് മുകളിൽ ഉയർന്ന് 14,563.4 ഇന്ന് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിൽ ഏകദേശം 248 പോയിൻറ്റ്സിനടുത്തുള്ളൊരു ഗെയിനും ബാങ്ക് നിഫ്റ്റിയിൽ 340 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ടാറ്റ മോട്ടോഴ്സ്, ഗെയിൽ, എയർടെൽ, SBI, കോൾ ഇന്ത്യ ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ PSU ബാങ്ക്, റിയാലിറ്റി ഇവരായിരുന്നു ടോപ്പ് പെർഫോമേഴ്സ് ആയിട്ട് നിന്നതും. അതുപോലെ തന്നെ ഫാർമ, FMCG ഇവർ ടോപ്പ് ലോസേഴ്സ് ആയിട്ടും ഇന്ന് നിഫ്റ്റിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഒരു വീക്കായിട്ടുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡുകളായിരുന്നു സൂചനകൾ കണ്ടിരുന്നത്. എന്നിരുന്നാലും അതിനെ തുടർന്ന് ഒരു വീക്കായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നുവെങ്കിലും പിന്നീട് നല്ലൊരു ഗെയിൻ ആണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റുകളിൽ കാണാനായിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡോജി പാറ്റേണിനൊക്കെ ശേഷം ഇന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് പ്ലോട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഒരു ഷോർട്ട് ടൈം ട്രെൻഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ബുള്ളിഷായിട്ട് തന്നെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾക്ക് മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു 14,500 മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, വരും ദിവസങ്ങളിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അടുത്ത് നല്ലൊരു അപ്പ് മൂവുകൾ നിഫ്റ്റിയിലും പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട വിഷയം RSI ഇൻഡിക്കേറ്റർ ഓവർബോട്ട് റീജിയനിലാണ്. അതുമാത്രമല്ല ഇന്ത്യയുടെ വോളറ്റിലിറ്റി സൂചിക അതിലും ഒരു വർധനവുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹയർ റീജിയനിലേക്ക് പോകുന്തോറും മാർക്കറ്റ് വീണ്ടും വലിയ ചാഞ്ചാട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വീണ്ടും തെളിയിച്ച് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് സോണുകളായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത് 14,400 റേഞ്ചുകളാണ്. അപ്പോൾ ആ ഒരു റേഞ്ചുകളെ ഹോൾഡ് ചെയ്യുന്നിടത്തോളം നമ്മൾക്ക് നിഫ്റ്റിയിൽ ഒരു ശുഭപ്രതീക്ഷകളുടെ സാധ്യതകൾ നിലനിൽക്കുന്നു. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു റേഞ്ചുകളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കോഷ്യസായിട്ട് വാച്ച് ചെയ്യുക. അതുമാത്രമല്ല നമ്മുടെ ഇപ്പോൾ മെയിനായിട്ടുള്ള ഫോക്കസ് ഏരിയ ഈ വരുന്ന Q3 ഏണിങ്സ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന Q3 ഏണിങ്സ് റിലീസുകളാണ്. അതുമാത്രമല്ല ഇനി വരാൻ പോകുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റകളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഒരു ലെവലുകളെയും നിങ്ങളൊന്ന് കോഷ്യസായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഒരു കൺസോളിഡേഷനൊക്കെ ശേഷം ഇന്ന് നല്ലൊരു ബുള്ളിഷ് മൂവുകൾ വീണ്ടും ബാങ്ക് നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് RBIയുടെ ഭാഗത്ത് നിന്ന് വന്ന അപ്ഡേറ്റുകളായിരുന്നു. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 2021 NPAയിലൊക്കെ നല്ല വർധനവുകൾ ഉണ്ടാകും എന്ന രീതിയിലൊരു അനൗൺസ്മെൻറ്റുകൾ വന്നിരുന്നുവെങ്കിലും അതിനൊന്നും വകവയ്ക്കാതെയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു അപ്പ് മൂവുകൾ കണ്ടിരുന്നത്. അതുമാത്രമല്ല നമ്മളിതിനു മുമ്പ് പറഞ്ഞ റെസിസ്റ്റൻസ് സോണുകൾ 32,000 എന്നുള്ളൊരു റെസിസ്റ്റൻസ് സോണിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും എൻഡിങ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബുള്ളിഷ് മൂവിനുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 32,000 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു അപ്പ് ട്രെൻഡുകൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് സോണുകളായിട്ട് ഏകദേശം 36,720 റേഞ്ചുകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചുകളും നിങ്ങളുടെ അനാലിസിസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നാസ്ഡാക്കിൽ ഒരു നെഗറ്റീവ് എൻഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഇപ്പോൾ ഈ റെഡ് റീജിയനിലാണ് കണ്ടുവരുന്നത്. ഏഷ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡ് കാണിക്കുന്നു. SGX നിഫ്റ്റി 22 പോയിൻറ്റ്സ് ഈ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോളറിനെ അഗെയിൻസ്റ്റായിട്ട് ഒരു തിരിച്ചുവരവ് കാണാനായിട്ടുണ്ടായിരുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 12 പൈസ ഉയർന്ന് 73.26 ഇന്ന് ട്രേഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്തു നിന്ന് ഇന്നും ഒരു നെറ്റ് പർച്ചേസ് ആണ്. എന്നിരുന്നാലും പാർട്ടിസിപ്പേഷൻ ചെറിയൊരു കുറവ് കാണുന്നുണ്ട്. 571 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്നും ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് 1,334 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിലും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ചെറിയൊരു പോസിറ്റീവ് സിഗ്നലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രൂപയും ചെറുതായിട്ടൊരു പോസിറ്റീവ് നിലനിൽക്കുന്നു. എന്നിരുന്നാൽ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ ഒരു മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. രാവിലെ SGX നിഫ്റ്റി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതേ തുടർന്ന് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു മൂഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ലെവലുകളും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾക്ക് സ്റ്റോക്കുകളെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾക്ക് പ്രധാനമായിട്ടും ഇൻട്രാഡേയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്കുകളാണ് അശോക് ലെയ്ലാൻഡ്, JSW എനർജി. ഈ ഒരു സ്റ്റോക്കുകളിലൊക്കെ നല്ല വോളിയം കണ്ടുവരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട അടുത്ത നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കുകളിൽ ആദ്യമേ തന്നെ ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇന്ന് ഐഷർ മോട്ടോഴ്സിൽ കാണാനായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വോളിയവും ഇന്ന് ഈ ഒരു സ്റ്റോക്കിലുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ഹോൾഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു ഹോൾഡിങ്ങിൽ തുടരാനുള്ളൊരു സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ ഐഷർ മോട്ടോഴ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ITCയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഒരു കറക്ഷനൊക്കെ ശേഷം ഒരു സപ്പോർട്ട് സോണുകളിൽ അടുത്ത് പോയതിന് ശേഷം വീണ്ടും ഒരു റിവേഴ്സിനുള്ളൊരു സൂചനകൾ ഈ ഒരു സ്റ്റോക്ക് തരുന്നുണ്ട്. ഒരു ബുള്ളിഷ് മൂവുകൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഒരു ബ്രേക്കൗട്ടുകൾ കാണുകയാണെങ്കിൽ ഏകദേശം 207 മുകളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ
നമ്മൾക്ക് അടുത്ത ഒരു റാലി നമുക്ക് ഏകദേശം 215-216 വരെയുള്ള ഒരു റാലിക്കുള്ള സാധ്യതകൾ ITCയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ടാറ്റ കെമിക്കൽസിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും ഒരു ബുള്ളിഷ് സിഗ്നൽ പ്ലോട്ടായിട്ടുണ്ട്. അതുമാത്രമല്ല പ്രീവിയസ് ഹൈയുടെ അടുത്താണ് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്രേക്ക് ഔട്ടുകൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ട്രാക്ക് ചെയ്യുക. നമ്മൾക്ക് ഒരു 528 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു റാലിക്കുള്ളൊരു സാധ്യതകൾ ടാറ്റ കെമിക്കൽസിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു വോളിയം കണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല ഇന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഈ ഒരു സ്റ്റോക്കിൽ പ്ലോട്ടായിട്ടുള്ളത്. ഒരു ബ്രേക്ക് ഔട്ടുകളും നമ്മൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കും നിങ്ങളുടെ ഒരു ഫോക്കസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം RSI ഇൻഡിക്കേറ്റർ ഓവർബോട്ട് റീജിയനിലാണ് എന്നുള്ളതാണ്. നമ്മൾക്ക് ഇതിൻ്റെ ഒരു ഹൈ ഏകദേശം 208 മുകളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ എക്സൈഡ് ഇൻഡസ്ട്രീസിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് അമരരാജ ബാറ്ററീസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിലിന് ശേഷം ഒരു ഡോജി പാറ്റേൺ ഫോർമേഷനാണ് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നത്. അതേ റേഞ്ചിൽ തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു എൻട്രിക്കുള്ളൊരു സാധ്യതകൾ ഇനിയും ആയിട്ടില്ല. അതുപോലെ തന്നെ സെല്ലിങ്ങിനുള്ള സിഗ്നലും നമുക്ക് ഇത് ജനറേറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹോൾഡിങ്ങിലാണെങ്കിൽ തുടരുക. എൻട്രിക്കുള്ളൊരു പോസിബിലിറ്റി നമ്മൾക്ക് അടുത്തൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം, ബ്രേക്ക് ഔട്ടിൻ്റെ കൺഫർമേഷൻ ആയതിനു ശേഷം എടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ഇനി അതുപോലെ തന്നെ ബർജർ പെയിൻസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ഡോജി പാറ്റേണിന് ശേഷം വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു 802 താഴേക്കൊക്കെ ഒരു ബ്രേക്ക് ഔട്ടുകൾ നടക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലൊരു സാധ്യതകൾ ബർജർ പെയിൻസിൽ നിലനിൽക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഹോൾഡിംഗ് തുടരാമെന്നാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് കാണാനായിട്ടുള്ളത്. ഇൻഫിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റാലിക്ക് ശേഷം വീണ്ടും ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ റിവേഴ്സിലുള്ളൊരു സൂചനകൾ നമുക്ക് കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. നിങ്ങൾ ഹോൾഡിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ 1360 താഴേക്കൊക്കെ പോവുകയാണെങ്കിൽ, ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു സെല്ലിംഗ് സൈഡിലുള്ള സാധ്യതകൾ ഇൻഫിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾക്ക് ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എക്കോണമിക് ടൈംസിൽ വന്നൊരു വാർത്തയായിരുന്നു. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൊറോണയുടെ ഒരു സാഹചര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ ഒരു ബജറ്റിൽ കൊറോണയുടെ പേരിലൊരു സെസ്സോ അല്ലെങ്കിൽ ഇൻകം ടാക്സിലൊക്കെ ഒരു ചെറിയൊരു വർധനവ്, ഒരു സർചാർജിനുള്ള സാധ്യതകളോ നമ്മൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ പല അനലിസ്റ്റുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരുപക്ഷെ ഹയർ സ്ലാബ് ഇൻകം ടാക്സിൻ്റെ ഹയർ സ്ലാബിലൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും ഇതിൽ രണ്ടിലേതെങ്കിലും ഉള്ള ഒരു സാധ്യതകൾ അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുമാത്രമല്ല ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അതിലും ഒരു വർധനവുള്ളൊരു സാധ്യതകൾ ഉണ്ടാകും എന്ന രീതിയിലാണ് ഇവരുടെ അനലിസ്റ്റുകളൊക്കെ പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂവുകൾ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ചും ഇൻവെസ്റ്റേഴ്സൊക്കെ ആയിരിക്കുന്നവർ LTCGയെ സംബന്ധിച്ചിടത്തോളം വാർത്തകളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ടാറ്റ കെമിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിവർക്കൊരു പോസിറ്റീവായിട്ട് നിന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അർഷിൻ ഗ്രൂപ്പിൻ്റെ ഇൻഡസ്ട്രിയൽ സാൾട്ട് യൂണിറ്റിനെ ഏകദേശം 450 കോടിയുടെ ഒരു ഡീല് വഴിയായിട്ട് അക്വയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഓഫറുകൾ അല്ലെങ്കിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ഈ ഒരു മാസം തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ടാൽബ്രോസ് മോട്ടോവിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മൾട്ടി ഇയർ കോൺട്രാക്റ്റ് അവരുടെ ഒരു ജോയിൻറ്റ് വെഞ്ചറിന് കിട്ടിയതായിട്ട് കാണിച്ചിരിക്കുന്നു യൂറോപ്യൻ കാർ മാനുഫാക്ചറിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീലിൻ്റെ വർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 92 കോടിയാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ Q3 ഏണിങ്സ് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗെയിനാണ് നല്ലൊരു റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 4 മടങ്ങിലധികമുള്ള വർധനവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 28.75 കോടിയാണ് ഈ ഒരു ക്വാർട്ടറിൽ പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 6.29 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 52% മുകളിലുള്ള വർധനവുകൾ ഉണ്ടായിരിക്കുന്നു. 524 കോടിക്ക് മുകളിലാണ് ഇപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റവന്യൂ. അതുമാത്രമല്ല ഇവരുടെ അലോയ് വീൽ സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഹയസ്റ്റ് എവർ സെയിൽസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രാക്ടർ വീൽ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 69% വർധനവും ഉണ്ടായിട്ടുണ്ട്. എക്സ്പോർട്ട് വോളിയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2% വർധനവും ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിഫ്റ്റിയിൽ നല്ലൊരു ഗെയിൻ സ്റ്റോക്ക് ആയിരുന്നു. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ജാഗോർ ലാൻഡ് റോവർ സെയിൽസിൽ ഒരു റീബൗണ്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റീബൗണ്ടൊക്കെ ഉണ്ടായി എന്ന രീതിയിലൊരു ന്യൂസുകളാണ് ഇവർക്ക് പ്രധാനമായിട്ടും ഒരു ബുള്ളിഷ് മൂവിലുള്ള കാരണങ്ങളായിട്ട് നിന്നത്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു വാർത്തയും ഇപ്പോൾ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവർ ടെസ്ലയുമായിട്ട് ഒരു ടൈപ്പ് പ്ലാന്, അപ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മിക്കാനുള്ള ഒരു ടൈപ്പ് പ്ലാന് ഉണ്ട് എന്ന രീതിയിലൊരു
വാർത്തയും ന്യൂസിൽ അല്ലെങ്കിൽ മീഡിയയിൽ പോകുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്ലാനും ഇതുവരെ ഇല്ല എന്ന രീതിയിലും ഒരു അനൗൺസ്മെൻറ്റുകൾ വന്നതായിട്ടും ഒരു ക്ലാരിഫിക്കേഷൻ വന്നതായിട്ടും ന്യൂസുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് കർണാടക ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ Q3 റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ 10% വർധന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 35.4 കോടിയാണ് ഈ ഒരു ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 20% മുകളിലുള്ള ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. 614 കോടിയായിട്ട് ഉയർന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവരുടെ ഗ്രോസ് NPAയിലും നെറ്റ് NPAയിലും ഇവർക്കൊരു കുറവ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രോസ് NPA നോക്കിക്കഴിഞ്ഞാൽ 3.97% നിന്നും 3.16% കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് NPA നോക്കിക്കഴിഞ്ഞാൽ 2.21 നിന്നും 1.74% കുറഞ്ഞതു എന്ന രീതിയിലും കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തായിട്ട് റൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 67.8 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചതായിട്ട് അപ്ഡേറ്റുകൾ കാണുന്നു. ഇനി അതുപോലെ തന്നെ ടാറ്റ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം രാകേഷ് ജുൻജുൻവാല ഈ ഒരു ഡിസംബർ ക്വാർട്ടറിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടാണ് കാണുന്നത്. 1.12% വർധനവുണ്ടായി എന്ന രീതിയിലാണ് മണി കൺട്രോളിൽ റിപ്പോർട്ടുകളിൽ കാണാനായിട്ടുണ്ടായിരുന്നത്. ഇത് രാകേഷ് ജുൻജുൻവാല മാത്രമല്ല, മ്യൂച്വൽ ഫണ്ട്സ് നോക്കിക്കഴിഞ്ഞാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാലും ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് HNIയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരു വർധനവ് ഉണ്ടായിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം രാകേഷ് ജുൻജുൻവാല അദ്ദേഹത്തിൻ്റെ സ്റ്റേക്കുകൾ കുറച്ചതായിട്ടും അപ്ഡേറ്റുകളിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഗെയിലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു ജനുവരി 15 നടക്കാൻ പോകുന്ന മീറ്റിങ്ങിൽ ഒരു ഷെയർ ബൈബാക്കിനെ കുറിച്ചുള്ളൊരു പ്ലാനുകൾ, അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരും എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷെയർ ബൈബാക്ക് പ്ലാനായിരുന്നു ഗെയിലിന് ഇന്ന് നല്ലൊരു ബുള്ളിഷ് മൂവിന് കാരണങ്ങളായിട്ട് നിന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പറഞ്ഞ സ്റ്റോക്കുകളും ഈ ന്യൂസുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നും അനാലിസിസ് നടത്തുക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയ അപ്ഡേറ്റ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.